പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടി ശക്തമാക്കുകയാണ് ഇന്ത്യ. മെഡിക്കൽ വിസ ഉൾപ്പെടെ എല്ലാ പാക് വിസകളും റദ്ദാക്കിയിരിക്കുകയാണ്. സാർക്ക് ഉടമ്പടി പ്രകാരം നൽകിയിരുന്ന വിസകൾക്ക് പുറമെയാണ് ഇത്. ചികിത്സയ്ക്കെത്തിയ എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും ഉടൻ തന്നെ മടങ്ങണമെന്ന നിർദ്ദേശം കൂടി ഇന്ത്യ നൽകുകയാണ്. ഇന്ത്യ സ്വീകരിച്ച നടപടികൾക്കെതിരെ പാകിസ്ഥാൻ പ്രതിരോധ നീക്കങ്ങൾ കടുപ്പിച്ചേക്കും. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാനുള്ള അനുമതി നിഷേധിച്ചേക്കും. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, ഇന്ത്യ കടുത്ത പ്രതിരോധത്തിന് ഒരുങ്ങുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിസ നിഷേധം അടക്കമുള്ള കാര്യങ്ങൾ, എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള പാക് സ്വദേശികൾ മടങ്ങണം എന്ന നിർദ്ദേശം തുടങ്ങിയ കാര്യങ്ങളുമായി, കടുപ്പമുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ തങ്ങളും തിരിച്ചടിക്കുകയാണെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? മധു, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ വീണ്ടും നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി പാകിസ്ഥാൻ പൗരന്മാർക്ക് സാർക്ക് ഉടമ്പടി പ്രകാരം നൽകിയിരുന്ന SBES വിസകൾ റദ്ദാക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എല്ലാ പാക് വിസകളും റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകുന്ന നടപടി നിർത്തിവെക്കുന്നു എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചികിത്സയ്ക്കായി ഇന്ത്യയിൽ എത്തിയിട്ടുള്ളവരും എത്രയും പെട്ടെന്ന് മടങ്ങാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതുവരെ നൽകിയിട്ടുള്ള മെഡിക്കൽ വിസയുടെ കാലാവധി 29 വരെ മാത്രമായിരിക്കുമെന്ന് വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതായത് 5 ദിവസത്തിനുള്ളിൽ ഈ ചികിത്സയ്ക്കായി ഇവിടെ എത്തിയവരും തിരിച്ച് മടങ്ങിപ്പോകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റ് വിസകൾ, അതായത് സാധാരണയായി വിസ എടുത്ത് ഇന്ത്യയിലുള്ളവർ 27-നുള്ളിൽ രാജ്യം വിടണം എന്നുള്ളതാണ്. അതായത് 3 ദിവസത്തിനുള്ളിൽ മറ്റ് വിസ ഉള്ളവർ രാജ്യം വിടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് പൂർണ്ണമായും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പോഴുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം എന്നുള്ളൊരു നിർദ്ദേശവും വിദേശ മന്ത്രാലയം നൽകിയിരിക്കുന്നു. സാർക്ക് ഉടമ്പടിക്ക് നൽകിയിരുന്ന ആ വിസകൾക്ക് പുറമേ തന്നെയാണ് എല്ലാ വിസകളും, വിസ നടപടികളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർ, അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ പോയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ മടങ്ങി വരണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഇവിടെ ആരും പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശവും വളരെ വ്യക്തമായി തന്നെ ഇന്ത്യ നൽകിയിരിക്കുന്നു. അതായത് ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നലത്തെ തീരുമാനത്തിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങളുമായി വിദേശ മന്ത്രാലയം വന്നിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിൽ സമാനമായി തന്നെ ഇന്ത്യ സ്വീകരിച്ച ഈ നടപടികൾക്ക് അതിനെതിരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രതിരോധ നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതെങ്ങനെയാണ്? പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി യോഗമാണ് ഇന്ന് രാവിലെ മുതൽ ചേർന്നത്. അല്പസമയം മുമ്പ് സുരക്ഷാ സമിതിയുടെ യോഗം അവസാനിച്ചിട്ടുണ്ട്. 4:45, അതായത് പാകിസ്ഥാൻ സമയം 4:30 മണിക്ക് പാകിസ്ഥാൻ വിദേശ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അത് ഇസ്ലാമാബാദിലായിരിക്കും. എന്തെല്ലാം നടപടികളാണ് ഇന്ത്യയുടെ തീരുമാനത്തിന് ബദലായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ചില സൂചനകൾ വരുന്നത്, ഒന്ന്, പാക് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനമാണ്. അതായത് പാകിസ്ഥാൻ മുകളിലൂടെയുള്ള പാക് വ്യോമപാത അടച്ചുകൊണ്ടുള്ളൊരു തീരുമാനം വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ചില സൂചനകളുള്ളത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക്, അതായത് വാണിജ്യ വിമാന സർവീസുകൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ ദീർഘദൂര യാത്രകൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കും മറ്റുമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ ഉള്ള യാത്രകൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മറ്റൊരു പാത അല്ലെങ്കിൽ റീറൂട്ട് ചെയ്ത് പോകേണ്ടി വരുന്നൊരു സാഹചര്യം വരും. കൂടുതൽ ചെലവ്, കൂടുതൽ സമയം. ഇതാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ നേരിടാൻ പോകുന്ന പ്രശ്നം. കഴിഞ്ഞ ബാലാക്കോട്ട് ആക്രമണത്തിൽ, അതായത് 2019 പുൽവാമയ്ക്ക് പകരമായി ഇന്ത്യ ബാലാക്കോട്ടിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ സമാനമായ തരത്തിൽ വ്യോമപാത പാകിസ്ഥാൻ അടച്ചിരുന്നു. അന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഏകദേശം $89 മില്യൺ നഷ്ടമുണ്ടായി എന്ന് ഔദ്യോഗികമായി തന്നെ അന്നത്തെ വ്യോമമന്ത്രി ഹർദീപ് പുരി പാർലമെന്റിന് നൽകിയ ഒരു മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സാമ്പത്തികമായ നടപടികൾ എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പാകിസ്ഥാൻ നോക്കുന്നത്. ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു നടപടി ഇത് മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. അതായിരിക്കും അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ അപ്പോഴും മറ്റ് വിമാന കമ്പനികൾക്ക്, അതായത് അമേരിക്ക പോലുള്ള മറ്റ് രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് ഈ വ്യോമപാത ഉപയോഗിക്കാനുള്ള അനുമതി അവർ നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാനെതിരെ. അതേസമയം തന്നെ പാകിസ്ഥാനും നിലപാട് കടുപ്പിക്കുകയാണ്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ വരുന്നു. എന്തായാലും ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 4:45-നായിരിക്കും.